Hi all, welcome all to Winners and Tech Classes. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ എ ലെവൽ എക്സാമുകൾക്ക് നമ്മൾ പഠിക്കേണ്ട സിലബസിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സെഷനിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബിടെക് ലെവൽ എക്സാം അല്ലെങ്കിൽ എ ലെവൽ എക്സാമുകൾക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മിഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 10 to 12 മാർക്സ് വെയിറ്റേജിൽ നമുക്ക് എ ലെവൽ എക്സാമുകൾക്ക് ചോദിക്കുന്ന കണ്ടന്റ് തന്നെയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മിഷൻസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ സെഷനിൽ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പാർട്ടിൽ നിന്നുള്ള സിലബസിനെ ബേസ് ചെയ്തുള്ള കംപ്ലീറ്റ് ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഹൈഡ്രോളിക് മിഷൻസ് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ഹൈഡ്രോളിക് മിഷൻസിൻ്റെ കണ്ടന്റുകൾ നമ്മൾ ഡിസ്കസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റിൽ നിന്നുള്ള ഡീറ്റെയിൽഡ് സിലബസ് ഡിസ്കഷൻ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. സോ വൺസ് അഗെയിൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ഓക്കെ, സോ ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എ ലെവൽ എക്സാമുകൾക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ, ഫസ്റ്റ് വൺ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, അല്ലെ, ഒരു ഫ്ലൂയിഡ് പൊസസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസുകൾ ഏതാണ്, അതിനെ ബേസ് ചെയ്തുള്ള കൺസെപ്റ്റുകൾ നമുക്ക് നോക്കണം. അതേപോലെ പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്, പ്രഷർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രഷറുകൾ, പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ ഏതാണ്, അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ നമുക്ക് ആവശ്യമാണ്. Then hydrostatic forces on submerged bodies, അല്ലേ, സബ്മേർജ്ഡ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസുകൾ, അത് ഡിഫറെൻറ്റ് കണ്ടീഷൻസുകളിലുള്ള കൺസെപ്റ്റുകളൊക്കെ നമുക്ക് വേണം. ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ, അത് നമുക്ക് നോക്കേണ്ടതുണ്ട്. ദെൻ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ്, അല്ലേ. അപ്പോൾ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് മാറ്റുന്നത്: ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ്, അല്ലേ. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആണ്. അതേപോലെ ഫ്ലൂയിഡ് കൈനമാറ്റിക്സും ഫ്ലൂയിഡ് ഡൈനാമിക്സും രണ്ടും മോഷനിലുള്ള സ്റ്റഡി തന്നെയാണ്. ഒന്നിൽ നമ്മൾ മോഷന് കാരണക്കാരനായ ഫോഴ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല, മറ്റൊന്നിൽ നമ്മൾ ഫോഴ്സിനെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് സ്റ്റഡി നടത്തുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കണം. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ നമ്മൾ സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സസ്, അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തും. ദെൻ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്ലൂയിഡ് മോഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസുകളും അതിനെ ബേസ് ചെയ്തുകൊണ്ട് ബെർണോളിസ് ഇക്വേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ദെൻ ഫ്ലോ ത്രൂ പൈപ്പ്, ഒരു പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫ്ലോ ത്രൂ പൈപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യും. ദെൻ ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ, അല്ലേ, അതായത് ഒരു പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് അവിടെ മെയിൻ ആയിട്ടുള്ള ഫ്ലോകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ലാമിനാർ ഫ്ലോ, ടർബുലന്റ് ഫ്ലോ. സോ ആ രണ്ട് ഫ്ലോകളിലുള്ള ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസുകൾ, അവിടെയുള്ള റിലേഷൻസുകളൊക്കെ തന്നെ നമുക്ക് നോക്കണം. ദെൻ ബൗണ്ടറി ലെയർ തിയറി കൺസെപ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബൗണ്ടറി ലെയർ തിയറി കൺസെപ്റ്റ്. അവിടെയുള്ള കുറേ ടേംസുകൾ, നമ്മുടെ ബൗണ്ടറി ലെയർ തിക്നെസ്, അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ്, എനർജി തിക്നെസ് പോലെയുള്ള ടേംസുകൾ, ഇക്വേഷൻസുകളൊക്കെ നമുക്ക് നോക്കണം. ദെൻ വോർട്ടെക്സ് മോഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോർട്ടെക്സ് മോഷനുകൾ ഏതൊക്കെയാണ്. ദെൻ ഡയമെൻഷണൽ അനാലിസിസ്, അല്ലേ, അതായത് ഡിഫറെൻറ്റ് ഡയമെൻഷൻലെസ് നമ്പറുകളും അതിനെ ബേസ് ചെയ്തുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. നമുക്കൊരു ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഒരു എ ലെവൽ എക്സാം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട മെയിൻ ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ടോപ്പിക്കുകളെല്ലാം ബേസ് ചെയ്തുള്ള ക്ലാസ് സെഷൻസുകളായിരിക്കും നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ കണ്ടന്റിൽ നമ്മൾ ഡെലിവർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ഓരോ ടോപ്പിക്, ഇപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ, ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ ആയിക്കോട്ടെ, ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂകളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ട കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്കിനി ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പോൾ ഫ്ലൂയിഡ് പൊസസ് ചെയ്യുന്ന പ്രോപ്പർട്ടികൾ, അതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം, അല്ലേ. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട പ്രോപ്പർട്ടികൾ ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി. ഈ 4 പ്രോപ്പർട്ടികൾ, ഇത് വളരെ ബേസിക് ആയിട്ട് ഇതിൻ്റെ ഡെഫിനിഷൻസുകൾ, ഇതിൻ്റെ യൂണിറ്റ്, ഇത് വെച്ചുള്ള സിമ്പിൾ പ്രോബ്ലംസുകൾ. കാരണം എ ലെവൽ എക്സാം, ബിടെക് ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ഡയറക്റ്റ് ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസുകൾ ആയിക്കോട്ടെ, കുറച്ചും കൂടെ കാൽക്കുലേഷനുള്ള ക്വസ്റ്റ്യൻസുകൾ ആയിക്കോട്ടെ, 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എ ലെവൽ എക്സാമുകൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. സോ ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി, ഈ 4 പ്രോപ്പർട്ടികളും അതിൻ്റെ ഡെഫിനിഷൻ, യൂണിറ്റുകൾ, അതിൻ്റെ ഇക്വേഷനെ ബേസ്
ഉള്ള സിമ്പിൾ പ്രോബ്ലംസുകൾ നമുക്ക് നോക്കണം. ദെൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയാണ് എന്ത്? വിസ്കോസിറ്റി. അപ്പോൾ വിസ്കോസിറ്റി എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിസ്കോസിറ്റികൾ അവിടെ നമ്മൾ കൈനമാറ്റിക് വിസ്കോസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് വിസ്കോസിറ്റികൾ നമ്മൾ പഠിക്കും. സോ ആ വിസ്കോസിറ്റികളുടെ യൂണിറ്റുകൾ SI യൂണിറ്റ് എന്താണ്, CGS യൂണിറ്റ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ SI യൂണിറ്റിൽ നിന്ന് CGS യൂണിറ്റിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൺവേർഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും നോക്കണം. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അവിടെ പഠിക്കേണ്ട മറ്റൊരു കൺസെപ്റ്റാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താണ് പറയുന്നത്? ആ കൺസെപ്റ്റ് നോക്കണം. ദെൻ ഇക്വേഷനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് സോൾവ് ചെയ്ത് തന്നെ പോകണം. ദെൻ അതിനുശേഷം നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സുകൾ. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് നോർമലി ഐഡിയൽ ഫ്ലൂയിഡ്, റിയൽ ഫ്ലൂയിഡ് കൺസെപ്റ്റ് ഉണ്ട്. അത് കൂടാതെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് കൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൻ്റെ ഒരു ഫർദർ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. സ്യൂഡോപ്ലാസ്റ്റിക്, ഡൈലാറ്റന്റ്, തിക്സോട്രോപിക്, റിയോപെക്റ്റിക്, അതിൻ്റെയൊക്കെ ബേസിക് ഇക്വേഷൻസുകൾ, എക്സാമ്പിളുകൾ, അങ്ങനെയുള്ള ടോപ്പിക്സുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ നമ്മൾ എന്ത് ചെയ്യും? കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് നോക്കേണ്ടത്. അതിനുശേഷം നമുക്ക് പഠിക്കേണ്ട പ്രോപ്പർട്ടിയാണ് ബൾക്ക് മോഡുലസ് ആൻഡ് കംപ്രസിബിലിറ്റി. നമ്മൾ ഫ്ലൂയിഡ് പ്രോസസ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് ബൾക്ക് മോഡുലസും കംപ്രസിബിലിറ്റി. കാരണം ഇത് രണ്ടും ഒരുമിച്ച് പറയാൻ കാരണം ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ, ആ തിയറി ബേസിക് പഠിച്ചിട്ട് അത് നമ്മൾ കണക്ട് ചെയ്യുന്ന റിലേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. അവിടെയും അതിൻ്റെ യൂണിറ്റുകൾ, ഡയമെൻഷനുകൾ, ഈ പഠിക്കുന്ന പ്രോപ്പർട്ടികളുടെയൊക്കെ യൂണിറ്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഡയമെൻഷനും പഠിച്ചു തന്നെ പോകണം. ഓക്കെ, ദെൻ പഠിക്കേണ്ട മറ്റൊരു പ്രോപ്പർട്ടി സർഫസ് ടെൻഷൻ. എന്താണ് സർഫസ് ടെൻഷൻ? അതിൻ്റെ ബേസിക് ഇക്വേഷൻസ്, യൂണിറ്റ്, ഡയമെൻഷൻ ഒക്കെ നോക്കണം. ദെൻ ന്യൂമറിക്കൽ പ്രോബ്ലംസുകൾ സർഫസ് ടെൻഷനെ ബേസ് ചെയ്ത് വരാം. കാരണം നമ്മൾ സർഫസ് ടെൻഷൻ കൺസെപ്റ്റിൽ 3 കേസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ഇൻ എക്സസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ലിക്വിഡ് ഡ്രോപ്ലെറ്റിന്റെ കണ്ടീഷൻ പഠിക്കുന്നുണ്ട്, ഹോളോ ബബിളിന്റെ കണ്ടീഷൻ പഠിക്കുന്നുണ്ട്, ലിക്വിഡ് ജെറ്റിന്റെ കണ്ടീഷൻ പഠിക്കും. ഈ 3 കണ്ടീഷനുകളെ ബേസ് ചെയ്ത് എന്താണ് എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 4 സിഗ്മ ബൈ ഡി 8 സിഗ്മ ബൈ ഡി 2, അങ്ങനെ 3 ഇക്വേഷൻസുകൾ ഈ 3 കണ്ടീഷനെ ബേസ് ചെയ്തും പഠിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഇക്വേഷനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസുകൾ കേരള PSC A ലെവൽ എക്സാമുകൾക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ആ കൺസെപ്റ്റുകളും അതിൻ്റെ പ്രോബ്ലംസുകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഏരിയയിൽ നിന്ന് കവർ ചെയ്യണം. ഓക്കെ, ദെൻ അതിനുശേഷം ക്യാപ്പിലാരിറ്റി കൺസെപ്റ്റ്. ക്യാപ്പിലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ക്യാപ്പിലാരിറ്റി. അവിടെ നമ്മൾ ക്യാപ്പിലറി റൈസ്, ക്യാപ്പിലറി ഡിപ്രഷൻ പോലെയുള്ള കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. ക്യാപ്പിലറി റൈസിൻ്റെയും ക്യാപ്പിലറി ഡിപ്രഷൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസുകൾ ധാരാളം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആ കൺസെപ്റ്റുകൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ദെൻ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്രഷൻ ഫോർ ക്യാപ്പിലറി റൈസ് ഓർ ഡിപ്രഷൻ ഇൻ എ ട്യൂബ് അല്ലേ? ക്യാപ്പിലാരിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മുടെ H is equal to 4 sigma cos theta by rho g d ഇക്വേഷനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മാത്രമല്ല ക്യാപ്പിലാരിറ്റി ബേസ് ചെയ്ത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസുകളും ചോദിച്ച് കണ്ടിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കവർ ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസുകൾ കാണാൻ സാധ്യതയുള്ള, കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കണം. ക്വസ്റ്റ്യൻസുകൾ ധാരാളം അവൈലബിൾ ആണ്. സോ അതൊക്കെ നമ്മൾ ലൈവ് സെഷൻസിലും റെക്കോർഡഡ് സെഷൻസിലൊക്കെ ആയിട്ട് നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ ഇവിടുന്ന് കവർ ചെയ്ത് പോകുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. അങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്. പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം പ്രഷർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, പ്രഷറിനെ പറ്റി നമ്മൾ ബേസിക് അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, പ്രഷറിൻ്റെ യൂണിറ്റുകൾ, അത് SI യൂണിറ്റ്, CGS യൂണിറ്റ്, കൺവേർഷൻസുകൾ, അതിൻ്റെ ഡയമെൻഷൻ, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കണം. അതിനുശേഷം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രഷർ, അവിടെ നമ്മൾ 3 ടൈപ്പ് പ്രഷറുകളാണ് പഠിക്കുന്നത്. ഗേജ് പ്രഷർ, വാക്വം പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ. അപ്പോൾ ഈ ഓരോ പ്രഷറിൻ്റെയും ഡെഫിനിഷൻ, എന്തിനാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്, അതേപോലെ ഇത് തമ്മിലുള്ള റിലേഷൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 പ്രഷറുകൾ തമ്മിലുള്ള റിലേഷൻ, അതിന് ബേസിലുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. ദെൻ പ്രധാനപ്പെട്ട 2 ലോകൾ നമ്മൾ പഠിച്ചിരിക്കണം. ഹൈഡ്രോസ്റ്റാറ്റിക് ലോയും അതേപോലെ തന്നെ നമ്മുടെ പാസ്കൽസ് ലോയും. P is equal to rho g h. നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് ലോയെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ, പാസ്കൽസ് ലോയെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ കേരള PSC A ലെവൽ എക്സാമുകൾക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ആ ലോ എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ദെൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ടോപ്പിക്കാണ്
കൺവേർഷൻ ഓഫ് വൺ ലിക്വിഡ് കോളം ടു അനദർ ലിക്വിഡ് കോളം. ഒരു ലിക്വിഡ് കോളത്തിൽ നിന്ന് നമ്മൾ മറ്റൊരു ലിക്വിഡ് കോളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള പ്രഷർ എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം നമ്മൾ പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും പീസോമീറ്റർ, സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ, ഇൻക്ലൈൻ യൂട്യൂബ് മാനോമീറ്റർ, ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ, സിംഗിൾ കോളം മാനോമീറ്റർ, ഇത്രയും ടൈപ്പ് മാനോമീറ്ററിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അവിടെ നമ്മളൊരു A ലെവൽ എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഈ മാനോമീറ്ററിനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ മസ്റ്റ് ആയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. തിയറി മാത്രം പഠിച്ചാൽ പോരാ. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ യൂട്യൂബ് മാനോമീറ്ററിനെ ബേസ് ചെയ്തുള്ള ഫിഗർ തന്നിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചോദിക്കാം. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. അതേപോലെ ഇതിൻ്റെയൊക്കെ തിയറി, ഇതിനെ ബേസ് ചെയ്തുള്ള സിമ്പിൾ തിയറി ക്വസ്റ്റ്യൻസ്, ഈ ഓരോ മാനോമീറ്ററും ഏത് ടൈപ്പ് പ്രഷറുകളാണ് മെഷർ ചെയ്യുന്നത്, അങ്ങനെയുള്ള സിമ്പിൾ തിയറി ക്വസ്റ്റ്യൻസും അതിൻ്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ കവർ ചെയ്യും. ദെൻ ലാസ്റ്റ് നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അവിടുന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ, ക്ലിയർ? യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നത് ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ബോയന്റ് ഫോഴ്സ് എന്താണ്, അതേപോലെ സെന്റർ ഓഫ് ബോയൻസി അല്ലെ. ബോയന്റ് ഫോഴ്സ് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ബോയന്റ് ഫോഴ്സിന്റെ ഡെഫിനിഷൻ നമ്മൾ അറിയണം. ആ ബോയന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ്, അതിനെ നമ്മൾ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. സോ അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസുകൾ നമ്മൾ കറക്റ്റായിട്ട് ആ കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്, അതേപോലെ ബോയന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ, ബോയന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ അത് പഠിക്കണം. കാരണം ബോയന്റ് ഫോഴ്സിന്റെ ഇക്വേഷനെ ബേസ് ചെയ്തുള്ള സിമ്പിൾ പ്രോബ്ലംസുകൾ നമുക്ക് ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ബിടെക് ലെവൽ എക്സാമുകൾക്ക് ചോദിക്കാം. സോ അതുകൊണ്ട് തന്നെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിക്കും, ബോയന്റ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ നമ്മൾ മനസ്സിലാക്കും, അതിനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കും. അതേപോലെ ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിൾ, നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിളിലേക്ക് പോകും. നമ്മുടെ ഫ്ലോട്ടിംഗ് ബോഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ ബേസ് ചെയ്തും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കും. കാരണം ഇതിനെയൊക്കെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അവിടുന്ന് ചോദ്യം വരാം. ഓക്കെ, ദെൻ മോസ്റ്റ്ലി തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ, നമ്മുടെ ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷനിൽ നിന്ന് തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് കാണാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് സ്റ്റെബിലിറ്റി ഓഫ് ബോഡി. ഒരു ബോഡിയുടെ സ്റ്റെബിലിറ്റി, അവിടെ തന്നെ നമ്മൾ പല ടൈപ്പ് ഇക്വിലിബ്രിയം കണ്ടീഷൻസുകൾ, ഇക്വിലിബ്രിയം പഠിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ന്യൂട്രൽ ഇക്വിലിബ്രിയം കൺസെപ്റ്റുകളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം എന്താണ് മീൻ ചെയ്യുന്നത്, അതേപോലെ സ്റ്റെബിലിറ്റി കണ്ടീഷൻ ഫോർ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡിയും നമുക്ക് പഠിക്കണം, അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് ബോഡിയും പഠിക്കണം. ഈ രണ്ട് ബോഡികൾ, കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡിയുടെ സ്റ്റെബിലിറ്റി കണ്ടീഷൻ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഫ്ലോട്ടിംഗ് ബോഡി അല്ലെങ്കിൽ പാർഷ്യലി സബ്മേർജ്ഡ് ബോഡിയുടെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണ് പറയുന്നത്, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ എപ്പോഴാണ് കണ്ടീഷൻ, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ എന്താണ്, ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് എക്സാമുകൾക്ക് നോർമലി ചോദിക്കാറുള്ളത്. സോ ആ കൺസെപ്റ്റുകളൊക്കെ തന്നെ നമ്മൾ അവിടുന്ന് പ്രധാനമായിട്ടും കവർ ചെയ്തിരിക്കും. ദെൻ മെറ്റാസെൻട്രിക് ഹൈറ്റിന്റെ കൺസെപ്റ്റ്, നമ്മുടെ ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിലാണ് നമ്മൾ മെറ്റാസെന്റർ എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യം പഠിക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് ലോസ് ഓഫ് വെയ്റ്റ് ഡ്യൂ ടു ബോയൻസി അല്ലെ, ബോയന്റ് ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന വെയിറ്റ് ലോസ്, നമ്മൾ അവിടെ ഒരു റിലേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. നമുക്കറിയാം ആക്ച്വൽ വെയിറ്റ്, അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്ന ആക്ച്വൽ വെയിറ്റ് മൈനസ് ബോയന്റ് ഫോഴ്സ് ആണ്. ആ ഒരു റിലേഷനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ PSC എക്സാമിന് വന്നിട്ടുണ്ട്. സോ ആ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ലോസ് ഡ്യൂ ടു ബോയൻസി എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കവർ ചെയ്യും. ഓക്കെ അല്ലേ, ക്ലിയർ? യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ സബ്മേർജ്ഡ് ബോഡീസ്, നമ്മുടെ സബ്മേർജ്ഡ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലേ. അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ കൺസെപ്റ്റ്, ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്, അതിന്റെ ബേസിക് എക്സ്പ്രഷൻ എന്താണ്, ആ എക്സ്പ്രഷന് ബേസുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. അതേപോലെ തന്നെ അവിടെ നമ്മൾ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ്, നമ്മൾ ബോയൻസിയിലെ സെന്റർ ഓഫ് ബോയൻസി കൺസെപ്റ്റ് പഠിച്ച പോലെ ഇവിടെ നമ്മൾ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, ദെൻ ബേസിക്കലി സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ് നമുക്കറിയാം. സോ അതിന്റെ എക്സ്പ്രഷൻ, നമ്മളെ ഫ്രീ സർഫസിൽ നിന്ന് സെന്റർ ഓഫ് പ്രഷർ വരെയുള്ള ഡിസ്റ്റൻസ്, അതിന്റെ എക്സ്പ്രഷൻ, അതേപോലെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ്, അതിന്റെ എക്സ്പ്രഷൻസുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടുന്ന് നോക്കും. ദെൻ നമുക്കിവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത് 3 സർഫസുകൾക്ക്, അതേപോലെ പ്ലെയിൻ ഹൊറിസോണ്ടൽ സർഫസ്, പ്ലെയിൻ വെർട്ടിക്കൽ സർഫസ്, പ്ലെയിൻ ഇൻക്ലൈൻഡ് സർഫസ്. ഈ 3 കേസുകളിലെയും ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. അവിടെയൊക്കെ ഇക്വേഷൻ സെയിം ആണെന്നുള്ള കൺസെപ്റ്റ് ഒക്കെ നമുക്കറിയാം. സോ ആ കാര്യം നമുക്ക് പഠിക്കണം. അതേപോലെ തന്നെ ഈ 3 കേസസിലുമുള്ള സെന്റർ ഓഫ് പ്രഷർ
പ്രഷറിന്റെ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെന്റർ ഓഫ് പ്രഷറിന്റെ എക്സ്പ്രഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ അതിന്റെ ബേസിക് ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ എന്താണ്? ഈ ഓരോ സർഫസിനനുസരിച്ച് അവിടെ ഉണ്ടാവുന്ന സെന്റർ ഓഫ് പ്രഷറിന്റെ എക്സ്പ്രഷനിലെ വരാവുന്ന വേരിയേഷൻ എന്താണ്? അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ നമുക്ക് നോക്കണം. അതേപോലെ കേർവ്ഡ് സർഫസിനകത്ത് വരുന്ന അവിടെ രണ്ട് കമ്പോണന്റ് ആയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ എന്നുള്ള. സോ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് പ്രധാനമായിട്ട് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ എക്സ്പ്രഷനും ഈ മൂന്ന് കണ്ടീഷനുകളിലുള്ള അതിന്റെ എക്സ്പ്രഷൻ, സെന്റർ ഓഫ് പ്രഷറിന്റെ കണ്ടീഷൻ, കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത്രയുമാണ് അവിടെ നിന്ന് നമുക്ക് നോക്കേണ്ടത്. യെസ്, നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് നമ്മുടെ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സുകൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റോടുകൂടി കൺക്ലൂഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പോകുന്നത് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് അല്ലേ. അപ്പോൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ അവിടെ പ്രധാനമായിട്ടും നമ്മൾ മോഷനിലുള്ള ഫ്ലൂയിഡിന്റെ സ്റ്റഡിയാണ്. സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് ഇൻ മോഷൻ വിതൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സസ് കോസിങ് ദ മോഷൻ അല്ലേ. ആ മോഷന് കാരണക്കാരനായ ഫോഴ്സിനെ കൺസിഡർ ചെയ്യാതെ നമ്മൾ ആ മോഷൻ സ്റ്റഡി നടത്തുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. സോ ആ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രധാനമായിട്ടും തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ വരാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഏതാണ്? അതിവിടെ നമ്മൾ സ്റ്റഡി, അൺസ്റ്റഡി ഫ്ലോ പഠിക്കുന്നുണ്ട്, യൂണിഫോം, നോൺ യൂണിഫോം ഫ്ലോ പഠിക്കുന്നുണ്ട്, ലാമിനാർ, ടർബുലന്റ് ഫ്ലോ പഠിക്കുന്നുണ്ട്, റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ, വൺ ഡയമെൻഷണൽ, ടു ഡയമെൻഷണൽ ആൻഡ് ത്രീ ഡയമെൻഷണൽ ഫ്ലോ, കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ. സോ ഇത്രയും ഫ്ലൂയിഡ് ഫ്ലോയുടെ ഡെഫിനിഷൻസുകൾ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കണം. ഒന്നുകിൽ ആ ഡയറക്റ്റ് ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ വരാം, അല്ലെങ്കിൽ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയുടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകളും ചോദിക്കാം. അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസുകളുണ്ട്. അത് നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെഷനിൽ നമ്മൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനെ മൂന്ന് രീതിയിൽ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ആ കൺസെപ്റ്റുകൾ ഒക്കെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഫ്ലോ പാറ്റേൺ അനാലിസിസിലേക്ക് പോകും. ഫ്ലോ പാറ്റേൺ അനാലിസിസ് പ്രധാനമായിട്ടും നമ്മൾ 3 ലൈനുകളാണ് പഠിക്കുന്നത്: സ്ട്രീം ലൈൻ, പാത്ത് ലൈൻ ആൻഡ് സ്ട്രീക്ക് ലൈൻ. സോ ഇതിൻ്റെ ഡെഫിനിഷൻസുകൾ നമ്മൾ പഠിക്കും. അതേപോലെ അവിടെ സ്ട്രീം ലൈനിൻ്റെ ഇക്വേഷൻ പഠിക്കണം. ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ, അതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസുകൾ നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിന്യൂറ്റി ഇക്വേഷൻ, നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള മറ്റൊരു കൺസെപ്റ്റാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അതിൻ്റെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ്? അവിടെ നമ്മൾ ജനറലൈസ്ഡ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ പഠിക്കും. ദെൻ നമ്മുടെ കണ്ടീഷൻസ് അനുസരിച്ച് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ ആവുന്ന സമയത്ത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എങ്ങനെ വരും? വൺ ഡയമെൻഷണൽ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ ആകുമ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എങ്ങനെ വരും? അങ്ങനെ ഓരോ കണ്ടീഷൻ അനുസരിച്ചുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ എക്സ്പ്രഷൻ നമ്മൾ നോക്കും. ന്യൂമറിക്കൽ പ്രോബ്ലംസുകൾ നമ്മൾ എന്ത് ചെയ്യും? വർക്കൗട്ട്. ഓക്കെ, ദെൻ എ ലെവൽ, നമ്മുടെ നമ്മുടെ ബിടെക് ലെവൽ എക്സാമുകളിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ഒരു ഫ്ലൂയിഡ്, നമ്മളിവിടെ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിലെ മോഷനിലുള്ള ഫ്ലൂയിഡിനെ പറ്റിയാണ് സ്റ്റഡി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ ഫ്ലൂയിഡ് എന്ത് പ്രോസസ് ചെയ്യും? ആ ഫ്ലൂയിഡിനൊരു വെലോസിറ്റി കാണും, ആ ഫ്ലൂയിഡിനൊരു ആക്സലറേഷൻ കാണും. സോ അതിൻ്റെ എക്സ്പ്രഷൻസുകൾ നമുക്ക് പഠിക്കണം. ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കമ്പോണൻറ്റുകൾ നമുക്കറിയാം. ഒരു 3 ഡയമെൻഷണൽ ഫ്ലോ ആണെങ്കിൽ എക്സ് കമ്പോണൻറ്റിൽ, എക്സ് ഡയറക്ഷനിൽ അതിനൊരു വെലോസിറ്റി ഉണ്ട്, വൈ ഡയറക്ഷനിൽ ഇറ്റ് പോസസ് സം വെലോസിറ്റി, ഇസഡ് ഡയറക്ഷനിൽ ഇറ്റ് പോസസ് സം വെലോസിറ്റി അല്ലേ. അപ്പോൾ ആ വെലോസിറ്റി കമ്പോണൻറ്റുകൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ദെൻ ആക്സിലറേഷൻ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അല്ലേ. ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ പ്രോസസ് ചെയ്യുന്ന ആക്സിലറേഷനുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം 2 ടൈപ്പ് ആക്സിലറേഷൻ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. കൺവെക്റ്റീവ് ആക്സിലറേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, ലോക്കൽ ആക്സിലറേഷനും പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കൺവെക്റ്റീവ് ആക്സിലറേഷൻ്റെ കൺസെപ്റ്റ് എന്താണ്? ലോക്കൽ ആക്സിലറേഷൻ എങ്ങനെയാണ്? അതേപോലെ എങ്ങനെയാണ് ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ആ കൺസെപ്റ്റുകൾ നോക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയും ഈ ആക്സിലറേഷൻ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിളിലൂടെ മെർജ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. സോ ആ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്ലാസ് സെഷൻസിലെ കൺസെപ്റ്റുകളെല്ലാം ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യും? വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകുന്നത് നമ്മുടെ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ, സ്ട്രീം ഫംഗ്ഷൻ കൺസെപ്റ്റിലേക്കാണ്. ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസുകൾ മോസ്റ്റ്ലി എ ലെവൽ എക്സാമുകൾക്ക് വരാൻ പോകുന്നത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ, സ്ട്രീം ഫംഗ്ഷൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് ചോദിക്കാൻ പോകുന്നത്. സോ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്താണ്? ഫൈ, സ്ട്രീം ഫംഗ്ഷൻ സൈ, അതിൻ്റെ കൺസെപ്റ്റുകൾ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഫ്ലോനെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. കൺസെപ്റ്റുകൾ മനസ്സിലാക്കി ബേസ് ചെയ്ത് പഠിച്ചു പോയാൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടോപ്പിക്കുകളൊക്കെ നമുക്ക് കവർ ചെയ്ത്
മാറ്റാൻ പറ്റും. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ദെൻ അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ ഫ്ലൂയിഡ് ഡൈനാമിക്സിലേക്കാണ്. അപ്പോൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ മോഷനിലുള്ള ഫ്ലൂയിഡിൻ്റെ സ്റ്റഡി തന്നെയാണ്. പക്ഷേ ആ മോഷന് കാരണക്കാരനായ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ? ഫോഴ്സിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ സ്റ്റഡി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഒരു ഫ്ലൂയിഡ് എലമെന്റിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോഴ്സസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കും. ആ ഫോഴ്സസിനെ ബേസ് ചെയ്ത് നമ്മൾ പല ഇക്വേഷൻ പറയുന്നുണ്ട്. ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ, നേവിയർ സ്റ്റോക്സ് ഇക്വേഷൻ ഓഫ് മോഷൻ, ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ, ബെർണോളിസ് ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോൾ ഈ ഓരോ ഇക്വേഷൻ ഓഫ് മോഷനിലും കൺസിഡർ ചെയ്യുന്ന ഫോഴ്സസുകൾ ഏതൊക്കെയാണ് എന്നത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. ബെർണോളിസ് ഇക്വേഷൻ എന്താണ്, അതിനകത്തുള്ള ഡിഫറെൻറ്റ് ടേംസുകൾ, നമ്മൾ പ്രഷർ ഹെഡ്, ഡേറ്റം ഹെഡ്, വെലോസിറ്റി ഹെഡ്, അങ്ങനെ 3 ടേമുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഓരോ ടേമിനെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കും. ബെർണോളിസ് ഇക്വേഷൻ, അതിനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ബിടെക് ലെവൽ എക്സാമുകൾക്ക് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വർക്കൗട്ട് ചെയ്യണം ബെർണോളിസ് ഇക്വേഷന്റെ കൺസെപ്റ്റിനെ ബേസ് ചെയ്ത്. ദെൻ ഇറ്റ്സ് ആപ്ലിക്കേഷൻ, വളരെ ഇമ്പോർട്ടൻറ്റ്. ബെർണോളിസ് ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് വെഞ്ചുറി മീറ്റർ, ഒറിഫൈസ് മീറ്റർ ആൻഡ് പിറ്റോട്ട്. അപ്പോൾ ഈ ഓരോ ആപ്ലിക്കേഷൻ ഡിവൈസിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കണം. അതിൻ്റെ തിയററ്റിക്കൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ നമുക്ക് പഠിക്കണം. അതിനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നായിട്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകണം. ദെൻ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് അല്ലേ, നമ്മളവിടെ മെയിനായിട്ട് 3 ഹൈഡ്രോളിക് കോഎഫിഷ്യൻസുകളാണ് പഠിക്കുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്, കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. അപ്പോൾ ഈ 3 ഹൈഡ്രോളിക് കോഎഫിഷ്യൻസും കണക്ട് ചെയ്യുന്ന റിലേഷൻസുകൾ നമുക്ക് നോക്കണം. അതിൻ്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യണം. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യണം. ഓക്കെ. അതേപോലെ ഇവിടെ വെഞ്ചുറി മീറ്ററിൻ്റെയും ഒറിഫൈസ് മീറ്റർ, പിറ്റോ ട്യൂബ്, ഇതിൻ്റെയൊക്കെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളുണ്ട്. പിറ്റോ ട്യൂബിനകത്തൊക്കെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ സ്ഥിരം ബിടെക് ലെവൽ എക്സാമുകൾക്ക് കാണാറുള്ളതാണ്. സോ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കവർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫ്ലൂയിഡ് ഡൈനാമിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മെയിനായിട്ട് നോക്കി പോകേണ്ടത്. അതിനുശേഷം നമ്മുടെ ഫ്ലോ ത്രൂ പൈപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരാണ്. അല്ലെങ്കിൽ ഒരു പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകാവുന്ന മേജർ എനർജി ലോസസ് അല്ലേ? പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും എനർജി ലോസ് ഉണ്ടാവും. അതിനെ തന്നെ നമ്മൾ രണ്ടായിട്ടും ക്ലാസിഫൈ ചെയ്യും. മേജർ എനർജി ലോസസും മൈനർ എനർജി ലോസും. ഈ മേജർ എനർജി ലോസ് എന്ന് പറയുന്ന പ്രധാനമായിട്ടും നമുക്കറിയാം മേജർ പോർഷൻ ഓഫ് എനർജി നമുക്ക് ലോസ് ആവുന്നത് ഫ്രിക്ഷൻ മൂലമാണ് അല്ലേ? അപ്പോൾ ആ മേജർ എനർജി ലോസ്, അതായത് ഫ്രിക്ഷൻ മൂലം നമുക്ക് നഷ്ടപ്പെടുന്ന ആ മേജർ എനർജി ലോസ് എന്താണ്? ആ മേജർ എനർജി ലോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളവിടെ ഡാർസി വെയ്സ്ബർഗ് ഇക്വേഷനും ചെസീസ് ഇക്വേഷൻ, ഇങ്ങനെ 2 ഇക്വേഷൻസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ആ ഇക്വേഷൻസുകൾ നമ്മൾ നോക്കണം. അതിനകത്തുള്ള ഓരോ ടേംസുകളും എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഇതിന് ബേസുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ റിലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വർക്കൗട്ട് ചെയ്ത് പോകണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മൈനർ എനർജി ലോസസ് ഏതൊക്കെയാണ്? മൈനർ എനർജി ലോസസ്, അവിടെ നമ്മൾ മൈനർ എനർജി ലോസസിൽ ഒരുപാട് ലോസസ് നമ്മൾ പറയുന്നുണ്ട്. സഡൻ എക്സ്പാൻഷൻ ലോസ് ഉണ്ട്, സഡൻ കോൺട്രാക്ഷൻ ലോസ് ഉണ്ട്, എൻട്രൻസ് ആൻഡ് എക്സിറ്റ് ലോസ്, ബെൻഡ് ലോസുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇക്വേഷൻസുകളാണ് ഈ ഓരോ മൈനർ ലോസസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസുകൾ നമ്മൾ നോക്കുന്നുണ്ട്. ആ ഇക്വേഷൻസുകൾ മാത്രം അവിടുന്ന് പഠിച്ചാൽ മതി. ആ ഇക്വേഷൻസ് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ അതിന് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസുകൾ നമുക്ക് കാണാറുണ്ട്. സോ അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കണം. ദെൻ ഇവിടെ നമ്മൾ പഠിക്കുന്ന 2 ലൈനുകൾ HGL അതേപോലെ TL. HGL ഇൻഡിക്കേറ്റ്സ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈനും TL ഇൻഡിക്കേറ്റ്സ് ടോട്ടൽ എനർജി ലൈൻ. സോ ഈ 2 ലൈനുകളുടെ സിഗ്നിഫിക്കൻസ് എന്താണ്? അവിടെ എന്തൊക്കെ ഹെഡുകളുടെ വേരിയേഷൻസ് ആണ് അവിടെ പറയുന്നത്? അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള തിയററ്റിക്കൽ കൺസെപ്റ്റുകൾ നമുക്ക് നോക്കണം. ദെൻ പൈപ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ, പൈപ്പുകളുടെ സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴും പൈപ്പുകൾ പാരലൽ കണക്ട് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ അവിടെ എന്തൊക്കെയാണ്? എന്തൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യാനാണ് പൈപ്പുകൾ സീരീസിൽ കണക്ട് ചെയ്യുന്നത്? പാരലൽ കണക്ഷൻ, അവിടുത്തെ കൺസെപ്റ്റ് നോക്കണം. ദെൻ കൺസെപ്റ്റ് അബൌട്ട് ഇക്വലന്റ് പൈപ്പ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വലന്റ് പൈപ്പിന്റെ കൺസെപ്റ്റ്. അത് സീരീസ് ആയിക്കോട്ടെ പാരലൽ ആയിക്കോട്ടെ, അവിടെ ഇക്വലന്റ് പൈപ്പിന്റെ കൺസെപ്റ്റ് അവിടെ നമ്മൾ ഡുപ്പിറ്റ്സ് ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസുകളൊക്കെ നമുക്ക് നോക്കണം. ദെൻ പവർ ട്രാൻസ്മിഷൻ ത്രൂ പൈപ്പ്, ഒരു പൈപ്പിലൂടെയുള്ള ഫ്ലോ നടക്കുന്ന സമയത്തുള്ള പവർ ട്രാൻസ്മിഷൻ്റെ ഇക്വേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മൾ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ട്. സ്ഥിരം നമ്മുടെ എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് വന്നു കാണുന്ന ഒരു ഏരിയ ആണ് അത് പവർ ട്രാൻസ്മിഷൻ ത്രൂ പൈപ്പ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, റിലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഫ്ലോ ത്രൂ പൈപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിച്ചു പോകും. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്.
നെക്സ്റ്റ് ലാമിനാർ ആൻഡ് ടർബുലന്റ് ഫ്ലോ. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ലാമിനാർ ആൻഡ് ടർബുലന്റ് ഫ്ലോ പഠിച്ചത് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ബിടെക് ലെവൽ എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ഫ്ലോ ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്ന ഡയമെൻഷൻലെസ് നമ്പറിന്റെ ബേസിസിലാണ്. സോ നമ്മൾ ആദ്യം തന്നെ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്ന കാര്യം, നമ്പറിന്റെ എന്താണ് അതിന്റെ ഡെഫിനിഷൻ, അതിനെ ബേസ് ചെയ്ത് ലാമിനാർ ഫ്ലോ ടർബുലന്റ് ഫ്ലോ ആകുന്ന കണ്ടീഷൻ എങ്ങനെയാണ് ഒരു പൈപ്പ് ഫ്ലോയുടെ കേസിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ദെൻ നേച്ചർ ഓഫ് ഫ്ലോ അക്കോർഡിംഗ് ടു റെയ്നോൾഡ്സ് നമ്പർ ഫോർ പൈപ്പ് ആൻഡ് ഓപ്പൺ ചാനൽ ഫ്ലോ അല്ലേ. അതായത് റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ, അതായത് പൈപ്പ് ഫ്ലോയുടെ കേസിൽ ഫ്ലോ ലാമിനാർ ആകണം, അല്ലെങ്കിൽ ടർബുലന്റ് ആകാം, അല്ലെങ്കിൽ ഓപ്പൺ ചാനൽ ഫ്ലോയുടെ കേസിൽ ലാമിനാർ ടർബുലന്റ് കേസിലൊക്കെ റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രധാനമായിട്ടും നോക്കണം. ദെൻ ലാമിനാർ ഫ്ലോ ത്രൂ സർക്കുലർ പൈപ്പ്, ഹേജൻ പോയ്സലി ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാമിനാർ ഫ്ലോ, ഒരു സർക്കുലർ പൈപ്പിലൂടെ ലാമിനാർ ഫ്ലോ നടക്കുന്ന സമയത്തുള്ള ഹെഡ് ലോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മുടെ ഹേജൻ പോയ്സലി ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ആ എക്സ്പ്രഷൻ നമുക്ക് നോക്കണം. അതിനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ കേരള PSC ബിടെക് ലെവൽ എക്സാമുകൾക്ക് ചോദിക്കുന്നതാണ്. സോ ആ കാര്യങ്ങൾ നമുക്ക് നോക്കണം. അതേപോലെ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള രണ്ട് കൺസെപ്റ്റുകളാണ് ലാമിനാർ ഫ്ലോയിൽ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനും വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷിയർ സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിക്കണം. ഒരു പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് ഷിയർ സ്ട്രെസ് എവിടെയാണ് സീറോ ആവുന്നത്, ഷിയർ സ്ട്രെസ് എവിടെയാണ് മാക്സിമം, ആ വേരിയേഷൻ എങ്ങനെയാണ്. അതേപോലെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, നമുക്കറിയാം ഒരു പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് പല പോയിന്റുകൾ പല വെലോസിറ്റി തന്നെ ആയിരിക്കും അല്ലേ. വെലോസിറ്റി ചിലയിടത്ത് എവിടെയാണ് മാക്സിമം, വെലോസിറ്റി സീറോ ആവുന്ന എവിടെയാണ്, ആ വേരിയേഷൻ എങ്ങനെയാണ് വരുന്നത്. അതേപോലെ ആവറേജ് വെലോസിറ്റി, ഒരു പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്തുള്ള ആവറേജ് വെലോസിറ്റിയും മാക്സിമം വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കൺസെപ്റ്റുകളാണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. തിയററ്റിക്കലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാറുണ്ട്. സോ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ദെൻ അതേപോലെ നമ്മൾ ലാമിനാർ ഫ്ലോ, സർക്കുലർ പൈപ്പിലൂടെ ഉള്ള ലാമിനാർ ഫ്ലോ അനാലിസിസ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് ഫിക്സഡ് പാരൽ പ്ലേറ്റിനിടയിലൂടെയുള്ള ഫ്ലോ ലാമിനാർ ആണെങ്കിൽ അതിൻ്റെ അനാലിസിസ് നമ്മൾ പഠിക്കണം. അപ്പോൾ രണ്ട് ടൈപ്പ് അനാലിസിസ് നമുക്ക് നോക്കണം. ലാമിനാർ ഫ്ലോ അക്രോസ് എ സർക്കുലർ പൈപ്പ് നോക്കണം, ലാമിനാർ ഫ്ലോ ഇൻ ബിറ്റ്വീൻ ടു ഫിക്സഡ് പാരൽ പ്ലേറ്റ്, രണ്ട് ഫിക്സഡ് ആയിട്ടുള്ള രണ്ട് പാരൽ പ്ലേറ്റിനിടയിലുള്ള ലാമിനാർ ഫ്ലോയുടെ അനാലിസിസ് നമുക്ക് മനസ്സിലാക്കാം. അവിടെയും നമ്മൾ ഷിയർ സ്ട്രെസ്സിൻ്റെയും വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പ്രഷൻസുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കും. അത് നമുക്ക് നോക്കണം. പിന്നെ രണ്ട് കറക്ഷൻ ഫാക്ടറുകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്, കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടറും അതേപോലെ തന്നെ മൊമെന്റം കറക്ഷൻ ഫാക്ടറും. സോ അത് ലാമിനാർ ഫ്ലോയിലും ടർബുലന്റ് ഫ്ലോയിലും അതിൻ്റെ വാല്യൂസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കും. പിന്നെ അതേപോലെ തന്നെ ടർബുലന്റ് ഫ്ലോയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഹൈഡ്രോഡൈനാമിക്കലി സ്മൂത്ത് ആൻഡ് റഫ് പൈപ്പ്, ഹൈഡ്രോഡൈനാമിക്കലി സ്മൂത്ത് പൈപ്പിൻ്റെ കേസിലും ഹൈഡ്രോഡൈനാമിക്കലി റഫ് പൈപ്പിൻ്റെ കേസിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അതേപോലെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ടർബുലന്റ് ഫ്ലോ പൈപ്പിലൂടെ ടർബുലന്റ് ഫ്ലോ ആണ് നടക്കുന്നതെങ്കിൽ അവിടുത്തെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് കാര്യങ്ങൾ. അതേപോലെ ഫ്രിക്ഷൻ ഫാക്ടർ, നമ്മൾ ഡാർസി വെയ്സ്ബർഗ് ഇക്വേഷനിൽ നമ്മൾ ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. ആ ഫ്രിക്ഷൻ ഫാക്ടർ ലാമിനാർ ഫ്ലോയിലും ടർബുലന്റ് ഫ്ലോയിലും ഉള്ള ആ ഫ്രിക്ഷൻ ഫാക്ടറിൻ്റെ എക്സ്പ്രഷൻസുകൾ എങ്ങനെയാണ് വിത്ത് റെസ്പെക്ട് ടു റെയ്നോൾഡ്സ് നമ്പർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ ഫ്രിക്ഷൻ ഫാക്ടറിൻ്റെ റിലേഷൻ ലാമിനാർ ഫ്ലോയ്ക്കും നോക്കണം, അതേപോലെ തന്നെ ടർബുലന്റ് ഫ്ലോയ്ക്കും നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലാമിനാർ ഫ്ലോ ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പഠിക്കണം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ലാമിനാർ ഫ്ലോയിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലും A ലെവലിൽ കണ്ടിട്ടുള്ളത്. എങ്കിൽ തന്നെയും ടർബുലന്റ് ഫ്ലോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു തന്നെ പോകണം. ഓക്കെ അല്ലേ. യെസ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് കവർ ചെയ്യും. ദെൻ അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ബൗണ്ടറി ലെയർ തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ബൗണ്ടറി ലെയർ തിയറി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മളൊരു ബൗണ്ടറി ലെയർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ആദ്യം പഠിക്കും. തിയററ്റിക്കൽ കൺസെപ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് എ ബൗണ്ടറി ലെയർ റീജിയൻ. അവിടെ നമ്മൾ ആ ബൗണ്ടറി ലെയർ തിയറിയിൽ ഡിഫറെൻറ്റ് ടേംസുകൾ, പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ടേമുകൾ എന്താണ് ബൗണ്ടറി ലെയർ തിക്നെസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്, എന്താണ് മൊമെന്റം തിക്നെസ്, എന്താണ് എനർജി തിക്നെസ്. ഈ 4 ടേമുകളും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കും. ഇതിൻ്റെ ഡെഫിനിഷൻ, ഇതിൻ്റെ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ എക്സ്പ്രഷൻസുകൾ, മൊമെന്റം തിക്നെസ്, എനർജി തിക്നെസ്, അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്സിൻ്റെയൊക്കെ എക്സ്പ്രഷൻസുകൾ എങ്ങനെയാണ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പഠിക്കും. അതേപോലെ വെലോസിറ്റി പ്രൊഫൈൽ, ലാമിനാർ ഫ്ലോയുടെയും ടർബുലന്റ് ഫ്ലോയുടെയും വെലോസിറ്റി പ്രൊഫൈലുകൾ നമുക്ക് നോക്കണം. ബൗണ്ടറി ലെയർ സെപ്പറേഷൻ്റെ തിയററ്റിക്കൽ കൺസെപ്റ്റുകൾ നമുക്ക് പഠിച്ചു പോകണം. ബൗണ്ടറി ലെയർ സെപ്പറേഷൻ്റെ തിയററ്റിക്കൽ കൺസെപ്റ്റ് നമുക്ക് പഠിച്ചു പോകണം. അപ്പോൾ ഇത്രയുമാണ്, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസുകൾ കൂടുതൽ വരുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ബൗണ്ടറി ലെയർ തിയറി, എസ്പെഷ്യലി ഫോർ ബിടെക് ലെവൽ എക്സാംസ്. ഓക്കെ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ അവിടെ നിന്ന് കവർ ചെയ്യും.
ദെൻ വോർട്ടെക്സ് മോഷൻ, വളരെ ചെറിയൊരു ടോപ്പിക്കാണ് വോർട്ടെക്സ് മോഷൻ. അവിടെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീ വോർട്ടെക്സ് മോഷനും ഫോഴ്സ്ഡ് വോർട്ടെക്സ് മോഷൻ എന്താണ്, അതേപോലെ അതിൻ്റെ ജനറലൈസ്ഡ് ഇക്വേഷൻ. നമ്മൾ നോർമലി ഈ ബിടെക് ലെവൽ എക്സാമുകൾ നോക്കുന്ന സമയത്ത് അങ്ങനെ കമ്പാരിറ്റീവ്ലി എപ്പോഴും കാണാറുള്ള ടോപ്പിക് അല്ല വോർട്ടെക്സ് മോഷൻ. എങ്കിൽ തന്നെയും നമ്മൾ ഈ ഒരു ബാച്ചിൽ അഥവാ ഏതെങ്കിലും ഒരു എ ലെവൽ എക്സാമുകൾക്ക് വോർട്ടെക്സ് മോഷൻ വന്നാൽ നമുക്കത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വോർട്ടെക്സ് മോഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുകൊണ്ട് നമ്മളൊന്ന് പഠിച്ച് തന്നെ മുന്നോട്ട് പോകും. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. ദെൻ ലാസ്റ്റ് ടോപ്പിക്ക് നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസ് അല്ലേ. ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ അവിടെ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഉള്ള ഡിഫറെൻറ്റ് ഫോഴ്സസുകൾ ഏതൊക്കെയാണ്, നമ്മുടെ ഇനേർഷ്യ ഫോഴ്സ് ഉണ്ട്, വിസ്കസ് ഫോഴ്സ്, ഗ്രാവിറ്റി ഫോഴ്സ്, പ്രഷർ ഫോഴ്സ്, സർഫസ് ടെൻഷൻ ഫോഴ്സ്, എലാസ്റ്റിക് ഫോഴ്സ്. സോ ഈ എല്ലാ ഫോഴ്സുകളുടെയും ഡെഫിനിഷനും അതിൻ്റെ ഇക്വേഷൻസുകളും നമ്മൾ ആദ്യം മനസ്സിലാക്കും. അതിനുശേഷം അത് വെച്ചിട്ട് നമ്മൾ ഡയമെൻഷൻലെസ് നമ്പറുകളുടെ ഡെഫിനിഷൻ, നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ എന്താണ്, ഓയിലർ നമ്പർ, ഫ്രോട്ട് നമ്പർ, വെബർ നമ്പർ, മാക് നമ്പർ, ഈ നമ്പറുകളെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യും. അതിൻ്റെ ബേസിക് ഡെഫിനിഷൻ, ഇക്വേഷൻ എന്താണ്, ഈ ഓരോ ടൈപ്പ് ഫോഴ്സ് വെച്ച് നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്ത നമ്പറുകളുടെ എല്ലാ ഡെഫിനിഷൻ പഠിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ ഈ നമ്പറിനെ ബേസ് ചെയ്ത് PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ആ നമ്പറുകൾ അതിൻ്റെ ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകൾ അത് നമുക്ക് ഇവിടുന്ന് പഠിക്കണം. ദെൻ നമുക്ക് എസ്പെഷ്യലി നമ്മുടെ ബിടെക് ലെവൽ എക്സാമുകൾക്ക് എന്താണ്, നമ്മുടെ പ്രോട്ടോടൈപ്പ് മോഡലിൻ്റെ പ്രോബ്ലംസുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ജോമെട്രിക് സിമിലാരിറ്റി, കൈനമാറ്റിക് സിമിലാരിറ്റി, ഡൈനാമിക് സിമിലാരിറ്റി, ഈ കൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ, മോഡൽ പ്രോട്ടോടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ എസ്പെഷ്യലി ബിടെക് ലെവൽ എക്സാമുകൾക്കാണ് കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കൺസെപ്റ്റും കൂടെ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, കവർ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഒരു ബിടെക് ലെവലിലുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയും കണ്ടന്റുകൾ മാക്സിമം കവർ ചെയ്യണം. എന്നിട്ട് അതിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ടോട്ടലി നിങ്ങൾ കവർ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കണ്ടന്റിനെ ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകളും നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ക്ലാസ് സെഷൻസുകളിലും മറ്റ് സെഷൻസുകളിലുമായിട്ട് നമുക്ക് കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു ഓൾ.